നമസ്കാരം, ഫെബിനാണ്. മെയ് മാസം 2026 ഒരു വെള്ളിയാഴ്ച കൂടെ വന്നു. പുതിയൊരു പടം കൂടി റിലീസ് ചെയ്തു. മലയാള സിനിമയ്ക്ക് പുതിയൊരു സംവിധായകനെ കൂടി ലഭിച്ചിരിക്കുന്നു. അരുൺ അനിരുദ്ധൻ. ചിത്രം അതിരടി. ഒരു കോമഡി ആക്ഷൻ പടം. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡുകളെല്ലാം തന്നെ വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. ലോജിക് ഒരു പ്രശ്നമാണ് ചില സ്ഥലങ്ങളിൽ. കാരണം തിയേറ്ററിൽ നമ്മൾ കണ്ട് വിടും, പക്ഷേ OTT ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയോ എത്തിക്കാൻ വേണ്ടി എങ്ങോട്ടോ പോകുന്നു, അവസാനം ഒരിടത്ത് എത്തിക്കുന്നു. കേരളത്തിലെ ഒരു കോളേജ് ക്യാമ്പസിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ മെയിൻ പ്ലോട്ടാക്കി വെച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ ആ പഴയ ഓർമ്മകളിലേക്കും ന്യൂസുകളിലേക്കും നമ്മുടെ ചിന്തകൾ പോകുന്നുണ്ട്. ശരിക്കും ഇതൊരു ബേസിൽ ജോസഫ് സിനിമ തന്നെയാണ്. കാരണം ത്രൂ ഔട്ട് ഒരു ബേസിൽ ജോസഫ് അഴിഞ്ഞാട്ടം തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വലിയ ക്യാൻവാസിലുള്ള പടം ഈസി ആയിട്ട് കൊണ്ടുപോകാൻ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന തൻ്റെ സിനിമയ്ക്ക് ആവശ്യപ്പെടുന്ന എല്ലാ ഘടകങ്ങളും എത്തിച്ചു കൊടുക്കാൻ പ്രാപ്തരാകുന്ന ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടാവുക എന്നുള്ളത്. അക്കാര്യത്തിൽ അതിരടിയുടെ പ്രൊഡ്യൂസേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് അവരെല്ലാവരും വലിയൊരു കൈയടി അറിയിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരാളുടെ ഒരു ക്യാമിയോയുണ്ട്. അദ്ദേഹം ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു ക്യാരക്ടറിന്റെ ഗസ്റ്റേഴ്സ്, അതെങ്ങനെ തിയേറ്റർ മൊത്തം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് കാണണം. സാധാ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് പുതിയൊരു ക്യാരക്ടർ കൊണ്ടുവരാൻ ടോവിനോ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. ഈ സിനിമയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് വന്ന വ്യക്തിയാണ് ഷാൻ റഹ്മാൻ. എപ്പോഴും ഒരു സംവിധായകൻ തിരിച്ചറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിലാണ്. അരുൺ അനിരുദ്ധൻ പണിയറിയാം. കാരണം നിങ്ങളുടെ ഓരോ സീക്വൻസിലും നിങ്ങളുടെ ആ ക്രാഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. സിനിമ എന്നും സ്വപ്നം കാണുന്നവർ തന്നെയാണ് അരുൺ അനിരുദ്ധൻ കണ്ട സ്വപ്നം അങ്ങനെ സാഫല്യമായി. സിനിമയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാനീ പറഞ്ഞത് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങളുടേതായ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. തിയേറ്ററിൽ പോവുക, പടം കാണുക, മലയാള സിനിമയിലേക്ക് പുതിയതായിട്ട് വന്ന സംവിധായകനെ സപ്പോർട്ട് ചെയ്യുക.